അങ്ങനെ ദളപതി വിജയൻ്റെ ദ ഗോട്ട് അല്ലെങ്കിൽ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്. സോ ഈ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് തീരെ ഇരിക്കാൻ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സീറോ ഹൈപ്പിലാണ് സിനിമ കണ്ടത്. അതിന് മുമ്പത്തെ പാട്ടുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ സിനിമ വിസിൽ പോടുന്നെല്ലാം പാട്ടെല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. എല്ലാ പാട്ടും അങ്ങനെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും കാര്യങ്ങളും തന്നെ തീരെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങൾ തന്നെ അത്ര രീതിക്കൊന്നും ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ സീറോ ഹൈപ്പിലാണ് സിനിമ പോയി കണ്ടത്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് സിനിമ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നി. അതായത് അങ്ങനെ പ്രതീക്ഷ കണ്ടതിനെ കൊണ്ട് കുറച്ചും കൂടി ഒരു ആവറേജ് ഫീൽ എനിക്ക് സിനിമ തന്നു. സോ ടോട്ടലി സിനിമ നോക്കുകയാണെങ്കിൽ ഒരു വെരി വെരി ആവറേജ് സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിന് കുറേ കാര്യങ്ങളുണ്ട്, കുറേ വർക്കൗട്ടായ സീക്വൻസസ്, കുറേ വർക്കൗട്ട് ആവാത്ത സീക്വൻസ് എല്ലാം ഉണ്ട് ഈ സിനിമയിൽ. സോ ഇതിനകത്ത് ഏറ്റവും മേജർ പോസിറ്റീവായിട്ട് പറയാനുള്ളത് വെച്ചാൽ ദളപതി വിജയനാണ്. മൂപ്പരെ പെർഫോമൻസ്, അതാണ് ഈ സിനിമയിൽ ഏറ്റവും പോസിറ്റീവായിട്ട് പറയാനുള്ളത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇല്ല. വേറെ കുറച്ച് അങ്ങോട്ടേ കൂടി വർക്കൗട്ടായ സീക്വൻസ് ഉണ്ട്, അത് ഞാൻ പറയാം. സോ ഞാൻ ദളപതി വിജയ് ഫാനാണെന്ന് ചോദിച്ചാൽ ഞാൻ ദളപതി വിജയൻ്റെ ഒരു വലിയ ഫാനോ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എനിക്ക് മൂപ്പരെ സിനിമകളെല്ലാം ഇഷ്ടമാണ്. ഞാൻ മൂപ്പരെ സിനിമ എല്ലാം കാണലുണ്ട്. എനിക്ക് ഭയങ്കരധികം ഇഷ്ടമാണ് സിനിമകൾ. പക്ഷേ ഞാൻ ഒരു കട്ട ഫാൻ ബോയ് ഒന്നല്ല. സോ അതുകൊണ്ട് തന്നെ ഫാൻസിനടക്കം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ സീൻസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അതുവരെ എനിക്ക് കണക്ട് ആയില്ല എന്ന് വേണം പറയാം. അവർക്ക് തന്നെ അത് കണക്ട് ആവാൻ എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം അത്രക്കും ഭയങ്കര ഫ്ലാറ്റാണ് സിനിമ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ അശ്വന്ത് ഗോക്ക് പറയുന്ന ഒരു മലങ്കൾട്ട് ഫീൽ ആയിട്ടാണ് ഈ സിനിമ തന്നത്. ആ തുടക്കം തൊട്ട് തന്നെ മനസ്സിലാക്കി കണ്ടതിനെ കൊണ്ടാണെന്ന് അറിയില്ല, കുറേ കാര്യങ്ങൾ എനിക്ക് നല്ല ഇരിക്കാൻ തന്നെ എൻജോയ് ചെയ്തു, നല്ല ഇരിക്കാൻ ആസ്വദിക്കാൻ തോന്നി. ഈവൻ സിനിമേനെ തുടങ്ങുന്ന ഒരു ഫസ്റ്റ് സീക്വൻസ് ഉണ്ട്, ഈ ഒരു ടൈറ്റിൽ കാർഡിന് മുന്നേ ഒരു സീക്വൻസ് ഉണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ഒരു സീനിൽ കാണിക്കുന്ന കാര്യം തന്നെയാണ് ഈ സിനിമേൻ്റെ മോഡെന്ന് മനസ്സിലാക്കി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സിനിമ കണക്ട് ആയിക്കോളും. പിന്നെ നിങ്ങൾക്ക് ഫുള്ളി എൻജോയ്മെൻ്റ് ആണ് സിനിമ. ഫസ്റ്റ് ഹാഫിലേക്കാണ് ആ സിനിമേൻ്റെ കാര്യം പറഞ്ഞത്. ഫസ്റ്റ് ഹാഫിൽ ഫുൾ ഫ്ലാറ്റാണ്, കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ വിജയൻ്റെ മുന്നത്തെ സിനിമകളുടെ റെഫറൻസും മുന്നത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ മുന്നത്തെ സിനിമകളിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെഫറൻസും കൂടി ഉണ്ട് സിനിമയിലുണ്ട്. സോ കുറേ ക്യാമിയോസും കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അങ്ങനത്തെ റെഫറൻസ് എല്ലാം തന്നെ കുറേ കാര്യങ്ങൾ തന്നെ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണ് പോകുന്നത്. യുവൻ്റെ മ്യൂസിക് വരെ ഉണ്ടായിട്ട് നമുക്കത് സാധനം നമുക്ക് കണക്ട് ആവുന്നില്ല. മൊത്തം ഫ്ലാറ്റ് ആയിട്ട് മൂപ്പരെ മ്യൂസിക്കും പാട്ടും എല്ലാം പോക്കനെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും ഒരു ഗുണമില്ല. ഇതുപോലെ ലെവലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ തട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയാണ് മുഴുവൻ്റെ മ്യൂസിക്. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയാമല്ലോ, സ്പാർക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പാട്ടിൻ്റെ അകത്ത് പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്തിനാ പാട്ട് എന്ന് വരെ അറിയില്ല, ഒരു പാട്ടിൻ്റെ ആവശ്യം വരെ ഇല്ല. ഫസ്റ്റ് ഹാഫിൽ ഫുൾ ഫ്ലാറ്റ് ആയിട്ടാണ് തോന്നി. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ കുറേ കോമഡീസും കാര്യങ്ങളുണ്ടായി. ജയറാമിൻ്റെ കുറച്ച് കോമഡീസൊക്കെ ഉണ്ട്. ജയറാമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അതൊക്കെ കോമഡിയും കാര്യങ്ങളും നല്ലൊരു വർക്കൗട്ടായിട്ടുണ്ട്. ഈവൻ യോഗി ബാബു എല്ലാം ഉണ്ട് സെക്കൻഡ് ഹാഫിൽ. സോ മൂപ്പരെ കോമഡീസും കാര്യങ്ങളും നല്ലോണം വർക്കൗട്ടായി. സോ കോമഡീസും കാര്യങ്ങൾ നല്ല രീതിക്ക് വർക്കൗട്ടായി പോലെ ഫീൽ ചെയ്തു. പിന്നെ വിജയിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവുള്ള കാര്യം പറഞ്ഞു. വിജയിൻ്റെ ഒരു ഇമോഷണൽ സീക്വൻസ് ഉണ്ട് ഫസ്റ്റ് ഹാഫിൽ, അത് ശരിക്കും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു ഇമോഷണൽ സീക്വൻസ് ശരിക്കും നമുക്ക് മനസ്സിൽ തട്ടും. അങ്ങനത്തെ ഗംഭീര പെർഫോമൻസ് വിജയിൻ്റെ അടുത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വിജയിനെ പറ്റി ചിലവരിങ്ങനെ പറയുന്നതൊക്കെ അവർക്ക് മൂപ്പർക്ക് അഭിനയിക്കാൻ അറിയില്ല, മൂപ്പർ എപ്പോഴും മാസ് ആ ഒരു മൂഡിലാണ് പോകുന്നത്. ശരിയാണ്, മൂപ്പർ അധികം മാസും കാര്യങ്ങളെല്ലാം ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് മൂപ്പര് ഇമോഷണലായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു മൂപ്പരെ ഇമോഷണൽ സീക്വൻസ് കാണുന്നുണ്ട്. അതായത് അച്ഛൻ വിജയാണ്, മകൻ വിജയ് അച്ഛൻ വിജയ് ഞങ്ങൾക്ക് ഓൾറെഡി ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. ഡബിൾ റോളാണ് സിനിമയിലുള്ളത്. ഡബിളൊന്നല്ല, ഒരു 4-5-6 വിജയിലും ഉണ്ട് ഇതിൻ്റെ സിനിമയിൽ. അതിലേക്ക് ഞാൻ വരാം. അങ്ങനത്തെ ഇമോഷണൽ സീക്വൻസ് എല്ലാം നല്ല ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ട്. അത് മേജർ പോസിറ്റീവായിട്ട് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അതും കോമഡി എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം കുറേ കാട്ടിക്കൂട്ടുന്ന സാധനമുണ്ട്, ക്രിഞ്ച് കുറേ സാധനങ്ങളുണ്ട് ഫസ്റ്റ് ഹാഫിൽ. അതൊക്കെ ഭയങ്കരമായിട്ട് തോന്നി എനിക്ക്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇൻ്റർവെൽ എത്തുന്നതിന് മുന്നേ ഉള്ള സാധനമുണ്ട്, അത് കിടിലൻ സാധനം. ഒരു മെട്രോൻ്റെ ഉള്ളിലുള്ള സീനായിരുന്നു, ഒരു റിവീലിംഗ് സീനാണ് സാധനം. അത് ഗംഭീരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ യുവൻ്റെ മ്യൂസിക്കും എല്ലാം കൃത്യമായിട്ട് തന്നെ നല്ല മിങ്കിൾ ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ സാധനം. ആ സീന് ഭയങ്കര ഇഷ്ടമായി. സോ അതിന് ശേഷം ആണ് സെക്കൻഡ് ഹാഫിലായിട്ട് നടക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫിനെക്കാട്ടും. സെക്കൻഡ് ഹാഫിലാണ് ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ഒരു കോർ നടക്കുന്നത്. സ്ക്രിപ്റ്റ് എന്ന കഥയും കാര്യങ്ങളൊന്നുമില്ല, ഒരു ടിപ്പിക്കൽ വിജയ് സിനിമ എങ്ങനെയാണോ അത് തന്നെയാണ് ഈ സിനിമ. ഒരു രക്ഷകൻ മൂഡ് മാത്രമല്ല, ഒരു ഡാർക്ക് മൂഡും കൂടി ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. സോ ഇതിനകത്ത് ഇളയ ദളപതി എന്ന് പറഞ്ഞൊരു ദളപതി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നിങ്ങൾക്ക് ഓരോ ടൈം അബിൾ ഡേയ്സ് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാം റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് ആ ഒരു ക്യാരക്ടറിന് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഒരേ പൊളിയാണ്. അതായത് ഒരു ഡാർക്ക്, ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഒരു ക്യാരക്ടറാണ്, ഒരു സൈക്കോ തരം ക്യാരക്ടറാണ് ഇതിനകത്ത് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. സോ ആ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ഇല്ലെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും എനിക്ക് ഈ സിനിമയെ പറ്റി ഒന്നും തോന്നിയിട്ടില്ല. ഈ സിനിമയിലെ ആകെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ തന്നെയാണ്. വേറെ എനിക്ക് കൂടുതൽ സ്പെഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. ബാക്കിയുള്ള ടിപ്പിക്കൽ വിജയ് സിനിമയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് ഡബിൾ റോളാണ്. സോ അതിൻ്റെ അകത്ത് മോനായിട്ട് ചെയ്യുന്ന വിജയൻ്റെ ക്യാരക്ടറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. സത്യമായ ഒരു സൈക്കോ കളിയായിട്ടുള്ളൊരു ക്യാരക്ടർ. സോ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് ഈ സിനിമയെ പറ്റി തോന്നിയത്. പിന്നെ ഈ സിനിമയുടെ സ്ക്രീൻ പ്ലേനെ പറ്റിയാണ് പറയാനുള്ളത്. സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും വരുന്നുണ്ട്. ഈവൻ ബൈക്കിൻ്റെ ആയിക്കോട്ടെ സ്റ്റണ്ടും കാര്യങ്ങളും വരുമ്പോൾ തന്നെ ഈ ഒരു ഷെയ്ക്കി ക്യാംസ് വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് ഫുൾ. അത് ക്യാമറ ഇട്ട് കുലുക്കുവാണ്. അതുമാത്രമല്ല ഭയങ്കര ഫാസ്റ്റ് ബേസിലാണ് ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ പോകുന്നത്.
അതുകൊണ്ട് നമുക്കൊരു കുന്തവും മനസ്സിലാവില്ല, എന്താ നടക്കുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. അത് സിനിമയുടെ തുടക്കം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത് ഗോട്ടെന്ന് എഴുതി കാണിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ട്രെയിനിൻ്റെ സീക്വൻസ്. ഫാസ്റ്റ് 5 എനിക്ക് അതെല്ലാം കണ്ടപ്പോൾ ഓർമ്മ അത് നമ്മളെ വിൻ ഡീസലിൻ്റെ. സോ ഒരു ഫൈറ്റ് സീക്വൻസ് കണ്ടാൽ മനസ്സിലായി ഈ സിനിമയിലെ ഒരു പരിപാടി എങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. പിന്നെ ആ ഗോഡിൻ്റെ ടൈറ്റിൽ തന്നെ കണ്ടാൽ എനിക്ക് മനസ്സിലായി യുവൻ്റെ മ്യൂസിക്കും കാര്യങ്ങളും എങ്ങനത്തെ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ അതിന് മുമ്പുള്ള ഒരു ദളപതി വിജയൻ്റെ ടൈറ്റിൽ കാർഡ് ഉണ്ട്, അത് ഗംഭീരാണ് കേട്ടോ. അത് അനിരുദ്ധിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണ്. അനിരുദ്ധിൻ്റെ തൊടാൻ വരെ പറ്റില്ല. അനിരുദ്ധ് ഈ സിനിമയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരായനെ, അത് ഉറപ്പാണ്. നല്ല രീതിക്ക് തന്നെ വർക്കൗട്ടായ സീൻസൊക്കെ ഉണ്ടേനെ. സോ സെക്കൻഡ് ഹാഫിലാണ് എനിക്ക് മേജർ പോർഷൻസ് ഇഷ്ടമായത്. പക്ഷേ പിന്നെ ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ഒരു പരിപാടി ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിൽ ഇവർ കൊണ്ടുപോയി തീർക്കലാണ്, അതായത് വേഗം ബോളറിന് ഔട്ടാക്കുന്ന പോലെയാണ് ഈ സിനിമ കൊണ്ടുപോയി അവസാനിച്ചിട്ടുള്ളത്. സോ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ശോകാവസ്ഥയായിരുന്നു. കുറേ CSK റെഫറൻസും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് ഒരുപാട് അറിയാം, വെങ്കട് പ്രഭുവിൻ്റെ സിനിമയാണ്. സോ വെങ്കട് പ്രഭുവിൻ്റെ മുന്നത്തെ സിനിമകളെല്ലാം CSK റെഫറൻസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് കുറവൊന്നുമല്ല, നല്ല കൂടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് CSK ഫാൻസ് ആഘോഷിക്കാൻ പറ്റിയ സീൻസൊക്കെ ഉണ്ട്. ഞാനൊരു CSK ഫാനാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായ കുറേ സീക്വൻസ് ഉണ്ട്. പിന്നെ ക്യാമിയോസും കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ക്യാമിയോസൊക്കെ നൈസായിട്ട് ഫീൽ ചെയ്തു. പിന്നെ യോഗി ബാബുവിൻ്റെ കോമഡിയും കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു. മൂപ്പർ ചെയ്യേണ്ട കാര്യം മൂപ്പർ എപ്പോഴും നല്ല കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലല്ലോ. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ടോട്ടൽ നോക്കുകയാണെങ്കിൽ വെരി ആവറേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. ആ ഇളയ ദളപതിയുടെ ക്യാരക്ടർ പൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഒരു അച്ഛൻകാരൻ്റെ ക്യാരക്ടർ എപ്പോഴും രക്ഷക മൂടുള്ള ക്യാരക്ടറാണ്, നമ്മൾ പണ്ടേ വിജയനെ കാണുന്നില്ല. പക്ഷേ അതന്നെ നമുക്കൊരു മാസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളില്ല. വിജയനെ റെഫറൻസ് വെച്ചിട്ട് തന്നെ ഒരിക്കലും നമുക്ക് കണക്ട് ആകുന്ന രീതിയിലേക്കല്ല അത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏറ്റവും മേജർ മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് യുവൻ്റെ ഒരു മ്യൂസിക് പിന്നെ സ്ക്രിപ്റ്റുള്ള പിഴവ് കൊണ്ട് തന്നെയാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് കൊടുക്കണം ഞാൻ എനിക്ക് ഫീൽ ചെയ്തത്. ഇനി മൂപ്പർ ഈ ചങ്ങായി നമ്മൾ ഇനി സിനിമയിലൊന്നും കാണില്ല. അടുത്ത സിനിമയോട് ഈ ചങ്ങായിൻ്റെ കരിയർ തന്നെ നിർത്താൻ പോകുന്നത് നിങ്ങൾക്ക് വളരെ അറിയാം. സോ അതുകൊണ്ട് നല്ലൊരു സ്ക്രിപ്റ്റ്, നല്ലൊരു ഫെയർവെൽ തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ സിനിമയിൽ ഇവർക്ക് കൊടുക്കാനും കൂടുതൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല വൃത്തിക്ക് സാധിച്ചിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറേ ടെക്നിക്കൽ പരമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, VFXും CGI ഗ്രീൻ സ്ക്രീനിൽ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഫസ്റ്റൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ക്ലൈമാക്സ് പോർഷനിലേക്കെല്ലാം വരുമ്പോൾ അതെല്ലാം ഭയങ്കര ശോകാവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലൈമാക്സിൽ ഇനി ഒരു രണ്ടാം ഭാഗവും കൂടി വരുന്നുണ്ട്, അതാണ് എനിക്കൊരു തിരിയാത്ത. ഒരു 10-16 വിജയിലെങ്കിലും ഉണ്ടാവും രണ്ടാം ഭാഗത്തിൽ. വെങ്കട് പ്രഭു വില്ലെന്നറ്റം പറഞ്ഞിട്ട് അടുത്ത പടം ഇവർ പടച്ചുവിടാൻ തോന്നുന്നു. അങ്ങ് കണ്ടാൽ മനസ്സിലാവും അങ്ങനത്തെ ഒരു സീനിൻ്റെ ഒരു ആവശ്യമില്ല. ആ ഒരു സീനും ഈ ഒരു സിനിമയായിട്ട് ഒരു ബന്ധവുമില്ല. അത് എന്തിനാ സീൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. രണ്ടാം ഭാഗത്തിലേക്ക് ഒരു ഇതാണ് ഈ ചങ്ങായിൻ്റെ കരിയർ അവസാനിച്ചിട്ട് ഈ സിനിമേൻ്റെ കൂടി സ്ക്രിപ്റ്റ് ഈ വിജയിൻ്റെ ആക്ടർ ഇപ്പം തന്നെ കംപ്ലീറ്റ് ആക്കിയെന്ന് പറയാൻ കഴിയില്ല. സത്യമായിട്ടും ആ ഒരു സീനിൻ്റെ ഒരു ആവശ്യം തോന്നിയിട്ടില്ല. അത് എനിക്ക് മനസ്സിലായിട്ടില്ല. കണ്ടവർക്കും അറിയാം ആ ഒരു സീൻ എന്തിനാണെന്ന് വരെ അറിയില്ല. സോ മൊത്തത്തിൽ എനിക്ക് ഈ സിനിമയെ പറ്റി ഇത്രേ പറയാനുള്ളൂ. നമ്മൾ വെരി ആവറേജ് ആയിട്ടുള്ള സിനിമ തോന്നി. ഇവൻ ക്രൗഡിനെ വരെ പുള്ള് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ സിനിമയിൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.